വെളിച്ചം വെളിയങ്കോടിൻ്റെ അധ്യക്ഷൻ സമീർ ബാബ, നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയും ഉദ്ഘാടകനുമായ ജനാബ് അബ്ദുറഹ്മാൻ മൗലവി മൗലവി, വെളിച്ചം വെളിയങ്കോടിൻ്റെ രക്ഷാധികാരി ശ്രീ ബഷീർ അമ്പലായി, ശ്രീ മഞ്ചേരി, എൻ്റെ സുഹൃത്തും പ്രവർത്തനമായ സംബന്ധ, വെളിച്ചം വെളിയങ്കോടിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, ഭാരവാഹികളെ, എനിക്ക് നിങ്ങളുടെ വെളിച്ചം വെളിയങ്കോടിൻ്റെ ഒരു വർഷം മുമ്പ് നടന്ന ആദ്യത്തെ പരിപാടിക്ക് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചോദിച്ചു, ഈ വെളിച്ചം വെളിയങ്കോട്, വെളിച്ചം ആ വ്യക്തിക്ക് എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കാരണം പല പേരുകളും കാണും. ഈ വെളിച്ചം വെളിയങ്കോട് എന്നുള്ള പേര് വരാൻ അത് എന്താ പറയാ, സത്യത്തിൽ അതൊരു അർത്ഥവത്തായ ഒരു വാക്കാണ്. കാരണം മറ്റുള്ളവർക്ക് വെളിച്ചം നൽകാം എന്നുള്ളതാണല്ലോ നിങ്ങളുടെ, അതായത് സാമൂഹിക പ്രവർത്തകരായാലും എന്ത് സംഘടനയായാലും അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ വ്യക്തിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം പലിശരഹിത അല്ലെങ്കിൽ പലിശക്കെതിരെ, മദ്യത്തിനെതിരെ, ഈ കാര്യങ്ങളെല്ലാം ആധികാരികമായിട്ട് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. എൻ്റെ പിന്നെ സുഹൃത്തുക്കളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു, ജനാബ് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ കൂടുതലായിട്ടൊന്നും എനിക്കൊന്നും പറയാനില്ല. കാരണം നമ്മൾ നേരത്തെ ചെമ്മഞ്ചലാൽ സൂചിപ്പിച്ച പോലെ പലിശ 750,000 ഒരു പലിശയുടെ കാര്യം പറഞ്ഞു. അതുപോലത്തെ ആയിരക്കണക്കിന് കേസുകൾ ഇവിടെ. നമ്മൾക്ക് മലയാളികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ, ഇവിടെ വരുമ്പോൾ ഒരു വർഷം ജോലിക്ക് കയറും, ഒരു വർഷം കഴിയുമ്പോൾ അവന്റെ സുഹൃത്ത് ചിലപ്പോൾ 1-2 വർഷം കൊണ്ട് സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തും. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ആഗ്രഹം വരും, എനിക്കും എന്തുകൊണ്ട് ആയിക്കൂടാ. അപ്പൊ അദ്ദേഹത്തിന് ഒരു ചെറിയ വാടകയ്ക്ക് ഒരു കടയെടുക്കും, ഇല്ലാത്ത പൈസ കൊടുത്ത് പൈസ വാങ്ങി ഈ പറഞ്ഞ പോലെ മൊബൈൽ കടയോ എന്ത് കടയായാലും സ്ഥാപനം തുടങ്ങും. അത് പ്രതീക്ഷിച്ചതുപോലെ വിജയിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള അപകടത്തിൽ ചാടുന്നത്, പലിശ കൊടുക്കാണ്ടിരിക്കുന്നത്, പലിശക്കടിയിൽ പാസ്പോർട്ട് പിടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു ബിജു എന്ന് പറഞ്ഞൊരു വ്യക്തി കഴിഞ്ഞ ആഴ്ച വിളിച്ചു, റെന്റേ കാർ എടുക്കാണ്. റെന്റേ കാർ എടുക്കുമ്പോൾ സെക്യൂരിറ്റി ചെക്ക് കൊടുക്കാൻ പറ്റാതെ അയാൾ പാസ്പോർട്ട് പണി വെച്ചു. മൂന്നാമത്തെ ഒരു അൽറാഷിദ് ബിൽഡിംഗിൽ ഒരു റെന്റേ കാർ ഷോപ്പ് കടയാണ്. അദ്ദേഹം ഇപ്പോൾ പാസ്പോർട്ടിന് വേണ്ടി മുട്ടോട്ട് കൊടുക്കണം, കാരണം അദ്ദേഹം നാട്ടിൽ പോകണം. ഇവരാണെങ്കിൽ പാസ്പോർട്ട് കൊടുക്കില്ല. അങ്ങനെ കേസ് എംബസിയിലേക്ക് എത്തിയിട്ടില്ല ഇതുവരെ, അങ്ങനെ ചർച്ചയിൽ നടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് പാസ്പോർട്ട് കൊടുക്കണമെങ്കിൽ ഗ്യാരണ്ടി ചെക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും പൈസ കൊടുത്ത് ക്ലിയർ ചെയ്യണം. അദ്ദേഹം ഓടിയിട്ടുണ്ട്, വണ്ടി ഓടി, കാശുണ്ടാക്കി സുഖമായിട്ട് ജീവിച്ചു. എല്ലാം ഈ പറഞ്ഞ പോലെ കളിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം വിനിയോഗിച്ചു പൈസ. പക്ഷെ അദ്ദേഹത്തിന്റെ ഉമ്മ ഇത് സീരിയസ് ആയിട്ട് എടുക്കാം. എങ്ങനെ പോകുന്നതാണ് ഒരു നിവൃത്തിയില്ല. കാരണം എന്നിട്ട് എന്നോട് ചോദിച്ചു, ഔട്ട് പാസ് കൊടുക്കാൻ പറ്റുമോ? പാസ്പോർട്ട് ഉള്ള ഒരു വ്യക്തി ഔട്ട് പാസിന് പോകുന്നതിന് അവിടെ വരുമ്പോൾ ഔട്ട് പാസ് കൊടുത്താൽ അദ്ദേഹത്തിന് സ്പോൺസർ ലെറ്റർ വേണം, പാസ്പോർട്ട് എന്തായി എന്നുള്ള കാരണങ്ങൾ കാണിക്കണം, പല നൂറാമാലുകളാണ്. അപ്പൊ ഇങ്ങനെ ഈ 1-2 വർഷം കൊണ്ട് മുതലാളിമാരാകും, അല്ലെങ്കിൽ ഒത്തിരി കാശുണ്ടാക്കി നല്ല 1-2 സ്ഥാപനങ്ങൾ, നല്ല സുഹൃത്തുക്കൾ കൊണ്ട് സ്ഥാപനം, ഒരു കടയിട്ടാൽ 2 വിസ കിട്ടും. അതും കൂടെയാണ് ചില ആൾക്കാരുടെ. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭം വരുമ്പോഴാണ് ഈ പലിശ വാങ്ങുന്നത്. അപ്പൊ അത് ഒരു വിപത്തായിട്ട് തന്നെ നമ്മൾ അതിനെ കാണുന്നുണ്ട്. കാരണം പലിശ കൊടുക്കുന്നവരൊരിക്കലും നമുക്ക് കുറ്റം പറയാൻ പാടില്ല. ഇപ്പൊ ഞങ്ങൾ അവിടെ ഒരു റെസ്റ്റോറന്റ് എടുത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മകൾക്ക് കല്യാണത്തിന്റെ ആവശ്യത്തിന് ഇവിടെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്ന്, ഉദയവിലുള്ള ഒരു വ്യക്തിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പലിശക്ക് പൈസ കൊടുക്കുന്ന ആൾ. അമിതമായ പലിശ വാങ്ങുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം കറക്റ്റ് കാശ് കൊടുക്കും. 10,000 ചോദിച്ചാൽ 5,000 ചോദിച്ചാൽ കാശ് കൊടുക്കും. എഗ്രിമെന്റ് ഫോം ഒപ്പിട്ട് വാങ്ങുകയും ചെയ്യും, ഫോം അതിൽ എഴുതി ഒപ്പിട്ട് വാങ്ങുകയും ചെയ്യും, ബ്ലാങ്ക് പേപ്പർ. പക്ഷെ മകളുടെ കല്യാണം കഴിഞ്ഞ് 4 മാസത്തിന് ശേഷം വിവാഹം വേർപെട്ടു. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ മരുമോൻ ഹെൽപ്പ് ചെയ്തില്ല. ഈ സ്വർണ്ണാഭരണം കൊടുത്ത പൈസ അതെല്ലാം അവര് കഴിഞ്ഞു. അതിന് നമ്മളെ വടകരയിലെ ഒരു സ്വദേശിയാണ്. അപ്പൊ എങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്? കാരണം അദ്ദേഹത്തിന് വേറെ ഇഷ്ടം പൈസ കൊടുക്കാതെ ഈ പറഞ്ഞ പോലെ നാട്ടിൽ പോയിട്ട് പാടും, മുച്ചയും പാടും, പോലീസ് കേസും കാര്യങ്ങൾ എംബസിയിൽ വരെ വന്ന് പരാതി. അപ്പൊ എംബസിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പലിശക്ക് പൈസ വാങ്ങി അത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എംബസിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സാമൂഹ്യ പ്രവർത്തകർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് വേണ്ടത് നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. പലിശക്ക് പണം വാങ്ങുക, അവരെ കഷ്ടപ്പെടുത്തുക, കൊടുക്കാണ്ടിരിക്കുക.
അധികം ചൂഷണം ചെയ്യുന്നത് മലയാളിയാണ്. ഈ പലിശ കൊടുക്കുന്ന എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മലയാളികളാണ് അധികം പലിശ, മാർവാടികളായിരുന്നു അത് ഇന്ത്യയിൽ. ഇവിടെ ഏറ്റവും കൂടുതൽ പലിശ കൊടുക്കുന്നത് മലയാളികളാണ്, വാങ്ങുന്നത് മലയാളികളാണ്. അപ്പം ഇതിന് നമുക്കൊരു അന്ത്യം കാണാൻ പറ്റില്ല. അതിനെ നമ്മൾ നിങ്ങളെ പോലെയുള്ള വെളിച്ചം വെളിയുന്നതോടുള്ള സംഘടനയുടെ കഠിനമായ പ്രവർത്തനങ്ങളുണ്ട്, അതിന് ബോധവൽക്കരണങ്ങളുണ്ട്. നിങ്ങൾക്ക് അത് സാധിക്കാമോ, കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ തിങ്ങി നിറഞ്ഞൊരു സദസ്സിൽ നിങ്ങളുടെ കൂട്ടമോ അത് ഒത്തൊരുമയോടുള്ള പ്രവർത്തനം കണ്ടപ്പോൾ ഞാൻ ബഷീറിനോട് പറഞ്ഞു, ഈ സംഘടന തീർച്ചയായും നല്ല രീതിയിൽ പോകും. കാരണം അങ്ങനത്തെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനമായിരുന്നു അന്ന് കണ്ടത്. ഞാൻ അധികമായിട്ടുള്ള പാസിംഗിനൊന്നുമല്ല, നമ്മുടെ ചെമ്മൻ ജലാല് എനിക്ക് കഴിയാറില്ല, ഞാൻ അധികം ഇങ്ങനെയുള്ള ഇതൊന്നുമില്ല. എങ്കിലും പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വെളിച്ചമ്പള്ളിയും കൂടെ ഈ പേര് തന്നെ അർത്ഥവത്താവുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുമാറാട്ടെ എന്ന് ദൈവം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.